അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. കക്ഷത്തിലും പ്യൂബിക് ഏരിയാസിലും ഒക്കെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അവരിൽ കാണുന്ന ഒരു ചേഞ്ച് ആണ് അവരുടെ വോയിസ് ഒക്കെ ചേഞ്ച്. ഒരു ബോയ്സിന്റെ വോയിസ് ചേഞ്ച് ചെയ്ത് നമ്മൾ പറയാറില്ലേ, അത് ആ ഒരു ചേഞ്ചസിലേക്ക് മാറും. അവർക്കൊരു മസ്കുലൈൻ ഫീച്ചേഴ്സ് ഒക്കെ വരും. പിന്നെ ചെറുതായിട്ട് പൊടിമീശൊക്കെ വരും, താടി വരും. ഇതൊക്കെയാണ് അവരുടെ ചേഞ്ചസ്. ഇനി ഗേൾസിന്റെ എന്തൊക്കെ മാറ്റാണ് നമ്മൾ കാണുന്നതെന്ന് അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഗേൾസിന്റെ ചേഞ്ചസ്, ആർത്തവം, അത് പല അമ്മമാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എസ്പെഷ്യലി ബോയ്സ്. ആ അമ്മയ്ക്ക് ബോയ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അവരുടെ മെൻസസ് പോലും ഈ ബോയ്സിന്റെ ഇടയിൽ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതായത് അവർ കാണാതെ പാഡൊക്കെ എടുത്തു കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ഒരു സ്വകാര്യത അവർ കീപ്പ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ ഒരു ആവശ്യമില്ല. കാരണം എല്ലാ കുട്ടികളും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം കുഞ്ഞുങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നോ അത്രത്തോളം അവരത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അനാവശ്യമായ പല വീഡിയോസ് കാണാനും അനാവശ്യമായ പല ഡിസ്കഷനിലേക്ക് ഇത് ലീഡ് ചെയ്യും. അപ്പൊ അതിലും ബെറ്റർ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഇനി എന്താണ് ആർത്തവം? ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയില് പ്രത്യുൽപാദന ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന് സജ്ജമാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ആർത്തവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ബ്രെയിനും പിറ്റ്യൂട്ടറി